ഹായ് എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ അൺടോൾഡ് സ്റ്റോറീസ് ബൈ സാൻഡ്ര. അപ്പോൾ കഴിഞ്ഞ ആ ഒരു വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ 2 പ്രഗ്നൻസി പ്ലാനിങ് സ്റ്റോറീസിനെ കുറിച്ചായിരുന്നു. അപ്പം ഈ ഒരു വ്ളോഗിന് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ 2 ഡെലിവറി ടൈം പ്രഗ്നൻസി ടൈമിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, ഫസ്റ്റിലും സെക്കൻഡിലും. ഇത് ഞാനിവിടെ ഷെയർ ചെയ്തതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിൻ്റെ ടൈമിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസും സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസും ഭയങ്കര ഡിഫറൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്ന ഒരു കാര്യം ഓരോ വ്യക്തിക്കും, ഓരോ ഇൻഡിവിജ്വലിനും ഓരോ പ്രഗ്നൻസിയുടെ സമയത്തും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു കോമൺ കാര്യം വെച്ചിട്ട് ഒരു പ്രഗ്നൻസിനെ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻറ്റ് വുമനെ നമുക്ക് അളക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പൊതുവെ നമ്മൾ കേൾക്കാറില്ലേ, അവൾക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അപ്പോൾ നിനക്ക് എന്താണ് ഈ പ്രശ്നം, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനത്തെ കുഴപ്പമില്ല, നിനക്ക് എന്താണ് ഇങ്ങനത്തെ കുഴപ്പം. പൊതുവെ നമ്മളുടെ പാരൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ അവരൊരു എന്താ പറയുക, ഒരു ലൈൻ വരച്ചിട്ടുണ്ടാകും ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഗർഭകാലത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതിലൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോകാൻ പാടുള്ളൂ. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പറ്റില്ല. പക്ഷെ അങ്ങനെയല്ല ഈ ഒരു പ്രഗ്നൻസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിക്കും അതെന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ 2 എക്സ്പീരിയൻസും, ഒന്ന് കൊച്ചിയും ഒന്ന് കൊയിലാണ്ടി, അങ്ങനത്തെ ഡിഫറൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് തുടങ്ങാം അല്ലേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എനിക്ക് 26 ഇയേഴ്സിലാണ് ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആകുന്നത്. കഴിഞ്ഞ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 26 ഇയേഴ്സിൽ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ എൻ്റെ ജീവിതത്തിൽ നേടണം എന്ന് ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്കൊരു സ്വന്തമായിട്ടുള്ള കുട്ടി വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ടൊരു കുട്ടീനെ കിട്ടാൻ പോവാണ്. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ. അതായത് സന്തോഷം മാത്രമല്ല, ഞാനൊരു എക്സൈറ്റഡ് മൂഡിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഏജ് 26 ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് എനിക്ക് ഷുഗറോ പ്രഷറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി പ്രഗ്നൻസി ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്കാൻ എന്ന് പറയുന്നത് നമ്മുടെ 6 വീക്സിലാണ്. അതൊരു കൺഫർമേഷൻ സ്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്യുന്നത്, അതായത് പ്രഗ്നൻ്റ് ആണ് എങ്കിൽ തന്നെ അത് നമ്മുടെ യൂട്രസിനകത്താണെന്ന് കൺഫേം ചെയ്യുന്നത് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്ന സമയത്താണ്. അങ്ങനെ ആ ഒരു സ്കാനിങ് ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 12 വീക്കിലാണ് നെക്സ്റ്റ് സ്കാനിങ് വരുന്നത്. അതായത് 3 മാസത്തിലാണ് അടുത്ത സ്കാനിങ് വരുന്നത്. 3-ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് എൻ്റെ പ്ലാസൻ്റ ലോ ലൈങ് ആയിരുന്നു. അതായത് പ്ലാസൻ്റയ്ക്ക് പൊസിഷൻസ് ഉണ്ട്, നമ്മുടെ മറുപിള്ളയ്ക്ക് പൊസിഷൻസ് ഉണ്ട്. അത് നമ്മുടെ പ്രഗ്നൻസിയിലെ ഒരു റിസ്ക് ഫാക്ടറാണ്. അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് ഒന്നെങ്കിൽ അത് ആൻറ്റീരിയർ ആയിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റീരിയർ ആയിരിക്കും, അല്ലെങ്കിൽ ലോ ലൈങ് ആയിരിക്കും. ഇനി നമ്മുടെ ആ ഒരു ഓപ്പണിങ്ങിനോട് അടുത്തായിട്ടാണ്, അല്ലെങ്കിൽ ഓപ്പണിങ്ങിനെ കവർ ചെയ്തിട്ടുള്ള പ്ലാസൻ്റ ആണെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സിസേറിയൻ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ കുട്ടീനെ പുറത്തെടുക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇടയ്ക്ക് കുറേ പേര് ഒരു നാച്ചുറൽ ചികിത്സ രീതി ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആ ഒരു ചികിത്സാ രീതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ തന്നെ പ്രസവിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ പ്രസവിക്കുകയും അതിനകത്തൊരു സ്ത്രീ മരിച്ചു പോയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അക്യുപഞ്ചർ വെച്ചിട്ട്. അപ്പം ആ ഒരു ചികിത്സാ രീതിയിൽ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് അവർ മരിക്കുന്നു. അതായത് സ്കാനിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പറയുന്ന ലോ ലൈൻ പ്ലാസൻ്റ ഉണ്ടോ, പിന്നെ അടുത്തൊരു പ്രശ്നമാണ് ബ്രീച്ച്. എനിക്ക് അതും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാതെയാണ് ഇവർ ഈ നാച്ചുറൽ പ്രഗ്നൻസി മെത്തേഡുമായിട്ട് മുന്നോട്ട് പോയിട്ട് പ്രസവിച്ചതിന് ശേഷം ബ്ലീഡിംഗ് വന്ന് മരിച്ചു. നമുക്ക് ലോ ലൈൻ പ്ലാസൻ്റ ഉണ്ടെങ്കിൽ നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് ഈ പറയുന്ന ബ്ലീഡിംഗ്, എക്സസീവ് ബ്ലീഡിംഗ് ആയിട്ട് നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും അറിയുക പോലും ചെയ്യാതെയാണ് ഈ പറയുന്ന ആ ഒരു സ്ത്രീ മരിച്ചു എന്ന് ആലോചിച്ച് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലോ ലൈൻ പ്ലാസൻ്റ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതായത് എന്ത് ചെയ്യാൻ പാടില്ല, വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കാൻ പാടില്ല, അതേപോലെ നമ്മൾ ഫിസിക്കലി ബന്ധപ്പെടാൻ പാടില്ല, അതേപോലത്തെ ഹാർഡ് വർക്ക്സ് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 6 മന്തിലാണ് നെക്സ്റ്റ് സ്കാൻ വരുന്നത്. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ പ്ലാസൻ്റയ്ക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ 6 മന്ത്സ് വരെ ഞാൻ കുറച്ച് റെസ്റ്റ് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം 6 മന്ത്സ് ആയ സമയത്ത്, പിന്നെ റെസ്റ്റ് എന്ന് പറയാൻ എൻ്റെ ഒന്നും വീട്ടിൽ അങ്ങനെ വലിയ കാര്യപ്പെട്ട പണിയൊന്നും, ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, അവിടെ എന്നെ കൊണ്ട് വലിയ കാര്യപ്പെട്ട പണിയൊന്നും പ്രഗ്നൻ്റ് ആയതിനു ശേഷം എടുപ്പിച്ചില്ല. പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ എടുപ്പിച്ചിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആ രീതിക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പണികളൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഛർദിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പ്രഗ്നൻസി അറിഞ്ഞത് 1 മാസം കഴിഞ്ഞ്, അതിൻ്റെ പീരീഡ്സ് ഡേറ്റ് ഡ്യൂ ആയ സമയത്ത് ഞാൻ ചെയ്ത് നോക്കി. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നു. അപ്പം എനിക്ക് ഛർദി തുടങ്ങുന്ന എക്സാക്ട് 2 മാസം തുടങ്ങിയപ്പോൾ എനിക്ക് ഛർദി തുടങ്ങി. ഞാൻ വിചാരിച്ചിരിക്കുന്നത് സാധാരണ ഗർഭിണികൾക്ക് ഛർദി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്, എനിക്കിതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് 2-ാം മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഛർദി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എനിക്ക് ഒരു ടാബ്ലറ്റ് തന്നിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഛർദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ടാബ്ലറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഛർദിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാനൊരു ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ എനിക്ക് മോർണിംഗ് സിക്നസ് ഭയങ്കര കൂടുതലായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഞാൻ കൂടുതലും ഛർദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മോർണിംഗ് സിക്നസ് ചില സമയത്ത് ചില ആൾക്കാർക്ക് രാത്രിയും വരാം. എനിക്ക് എന്തായാലും പകൽ തന്നെയായിരുന്നു. അതായത് എനിക്ക് പല്ല് തേക്കാൻ പറ്റില്ല. രാവിലെ എന്നിട്ട് പല്ല് തേച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഛർദിലായിരിക്കും. അപ്പോൾ പല്ല് തേക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് പല്ല് തേക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, അതായത് പല്ല് തേക്കേണ്ട, ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പല്ല് തേച്ചാൽ മതി. അപ്പോൾ എൻ്റെ രാവിലത്തെ ഛർദി ഞാൻ അങ്ങനെ കുറേ കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഛർദിക്കുകയാണെങ്കിൽ ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചില മണങ്ങൾ, എനിക്ക് ഭയങ്കര മണം സെൻസേഷനുള്ള ആളാണ്. അപ്പോൾ ഞാൻ മണങ്ങളൊക്കെ അടിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരിക. ബാത്റൂമിൽ കയറുമ്പോൾ ചില സോപ്പിൻ്റെ മണം, അതേപോലെ ഇറച്ചി, മീൻ, ചിക്കൻ, അതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കൂടുതൽ പച്ചക്കറി, അത് മസാല ഇല്ലാത്ത സാധനങ്ങളായിരുന്നു ഞാൻ ഈ മാസങ്ങളിൽ കഴിച്ചുകൊണ്ടിരുന്നത്. 4 മാസമൊക്കെ ആയപ്പോഴത്തേക്കും സഡൻ ബ്രേക്ക് ഇട്ട പോലെയാണ് എൻ്റെ ഈ ഒരു പ്രശ്നം സോൾവ് ആയത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് പോയി. തലേദിവസം വരെ ഉണ്ടായിരുന്നു. 4-ാമത്തെ മാസം തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കെല്ലാം കംപ്ലീറ്റ്ലി, 4 മാസം തുടങ്ങിയപ്പോൾ 4 മാസം കഴിഞ്ഞ സമയത്ത് എനിക്കെല്ലാം ഓക്കെ ആയി.
പിന്നെ 6 മന്ത്സിലാണ് എനിക്ക് അടുത്ത സ്കാനിങ് വരുന്നത്. അങ്ങനെ സ്കാനിങ് ചെയ്ത സമയത്ത് കുട്ടി പ്ലാസൻ്റയുടെ പ്രശ്നം മാറിയിട്ടോ. പ്ലാസൻ്റ എനിക്ക് ആൻറ്റീരിയർ പ്ലാസൻ്റ, അതായത് എൻ്റെ ഫ്രണ്ടിലായിട്ടായിരുന്നു പ്ലാസൻ്റ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തു. അതിനുശേഷം ആ ഒരു സ്കാനിങ്ങിൽ എനിക്ക് ബ്രീച്ച് പൊസിഷൻ ആയിരുന്നു. അതായത് എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ സ്കാനിങ് മുതലുള്ള എൻ്റെ പ്രശ്നം എനിക്ക് എല്ലാത്തിലും സിസേറിയൻ ചെയ്യേണ്ട കണ്ടീഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബ്രീച്ച് പൊസിഷനിലാണെങ്കിലും കുട്ടിയെ നമുക്ക് ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് സിസേറിയൻ ആണ് നോർമലി സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ബ്രീച്ച് പൊസിഷൻ ആയിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് ലെഫ്റ്റ് സൈഡ് ചേർന്നിട്ട് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ വയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 6 മാസത്തിൽ 9 മാസത്തിൻ്റെ വയറുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വലിയ വയറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൗതുകവും ചിലർക്ക് പ്രശ്നമൊക്കെ ആയിരുന്നു എൻ്റെ വയറ് കണ്ടിട്ട്. നേരെ മറിച്ച് എൻ്റെ ഒരു സിസ്റ്റർ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവർക്ക് വയറേ ഇല്ല. 9 മാസമായിട്ടും ഒരു 3-4 മാസത്തിൻ്റെ വയറേ ഉള്ളൂ. അതും ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക ആൾക്കാർക്ക് എന്തൊക്കെയാണ് പ്രശ്നം. അതായത് വയറുണ്ടെങ്കിൽ പ്രശ്നം, വയറില്ലെങ്കിൽ പ്രശ്നം. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ കാണുന്നവർക്കാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നമുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം 6 മന്ത്സിൽ എന്നോട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുൾ ടൈം ലെഫ്റ്റാണ് കൂടുതൽ കിടന്നിരുന്നത്. അങ്ങനെ കിടന്നത് കൊണ്ട് തന്നെ എനിക്ക് നെക്സ്റ്റ് ഒരു 7th മന്തിൽ സ്കാനൊന്നുമില്ല. ഡോക്ടർ അടുത്ത് ചെന്ന സമയത്ത് അവരുടെ വയറ്റിൽ ഇന്ന് തൊട്ടൊക്കിയിട്ട് പറഞ്ഞു കുട്ടിയുടെ തല എന്ത് ചെയ്തിട്ടുണ്ട്, താന്നിട്ടുണ്ട്. അതായത് ബ്രീച്ച് പൊസിഷൻ മാറിയിട്ടുണ്ട്, സെഫാലിക് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ഈ ഒരു തടി എൻ്റെ ഡോക്ടറെ അല്ലെങ്കിൽ എൻ്റെ ഒരു വെയിറ്റ് ഗെയിനിങ് എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് 16 കിലോ വരെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ 64 നിന്ന് 99 കിലോ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ. അപ്പോൾ ഈ 6 മന്ത്സിലും 7 മന്ത്സിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഭയങ്കര തടിച്ചും വെയിറ്റും കൂടിയിട്ടാണ് ഇരിക്കുന്നത്. തടി അത്ര എൻ്റെ ബോഡി തോന്നിക്കുന്നില്ല, വയറായിരുന്നു ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഹൈറ്റുള്ള ആളായതുകൊണ്ട് തടിയായിട്ടാണ് തോന്നിക്കുന്നില്ല. അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു ഷുഗർ എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ നോർമലാണ്. പിന്നെ ഡോക്ടർക്ക് ഒരു സംശയം എന്തുകൊണ്ട് എങ്ങനെ എനിക്ക് വെയിറ്റ് വെക്കുന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അരി ആഹാരം കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. നല്ല വിശപ്പുണ്ട്, പക്ഷേ കഴിക്കുന്ന സമയത്ത് കുറച്ചാണ് ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് അരി ആഹാരം കുറച്ചു. പിന്നെ നെക്സ്റ്റ് മന്ത് ചെല്ലുന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു വെയിറ്റ് ഭയങ്കരമായിട്ട് വെക്കുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, പണി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പണി ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ ആ സമയത്തുണ്ടായ എൻ്റെ വീട്ടിൽ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഫാദറിൻലോ ആ ഒരു സമയത്ത്, അതായത് എനിക്ക് 6 മന്ത്സ് ആയ സമയത്ത് മരത്തിൽ നിന്ന് വീണിട്ട് നട്ടല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ മദറിൻലോയ്ക്ക് യൂട്രസ് റിമൂവ് ചെയ്യണം, ഭയങ്കര ബ്ലീഡിംഗ് ആയിട്ട്. അങ്ങനെ മദറിൻലോ അഡ്മിറ്റ് ആവുന്നു. അതിനുശേഷം എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ നടുവിന് ഭയങ്കര വേദനയായിട്ട് അമ്മേനെ അഡ്മിറ്റ് ആക്കുന്നു. ഇത് ഡിഫറെൻറ്റ് കാലഘട്ടത്തിലാണ്. അതായത് 6 മന്ത്സ് മുതൽ തുടങ്ങി 8 മന്ത്സ് വരെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. 6 മന്ത്സ് വരെ റെസ്റ്റ് ആയിരുന്നെങ്കിൽ അതിനുശേഷം ഞാൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെ പണികൾ എനിക്ക് ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടാക്കാൻ, മറ്റ് പണികൾ. അപ്പോൾ ഞാനിങ്ങനെ ആ പണികളൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് പണി ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് പണിയുണ്ട്. അപ്പോൾ ഡോക്ടറിനോട് പറയാണ് പണിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പണിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഞാൻ എക്സസൈസ് ചെയ്യുന്നു ഡോക്ടർ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലതാണ്, നീ യൂട്യൂബ് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ 8 മന്ത്സ് ആയിട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ തടി വെച്ചു എന്നുള്ളത് ഒഴികെ. പക്ഷെ അതും എനിക്ക് ബോഡിയിൽ ഷുഗറോ അല്ലെങ്കിൽ ഈ പറയുന്ന BP ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ആ ഒരു തടി ഇങ്ങനെ പോകുന്നതുകൊണ്ടൊരു ടെൻഷൻ. പിന്നെ 8 മന്ത്സിൽ സ്കാൻ ചെയ്ത സമയത്താണ് മനസ്സിലാക്കുന്നത് കുട്ടിക്ക് 3 കിലോ ഓർ 3,500. അത് 8 മന്ത്സിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ പ്രശ്നമായി. കാരണം എന്താ വെച്ചാൽ വീണ്ടും എന്താണ്, നമ്മൾ സിസേറിയൻ ചെയ്യേണ്ട കണ്ടീഷനാണ്. കുട്ടി വലുതാണല്ലോ, കുട്ടി ഓവർ വെയിറ്റ് 8 മന്ത്സ് ആണ്. ഇനി ഒരു മന്തും കൂടെ പോകാനുണ്ട്. ഈ ലാസ്റ്റ് മന്ത്സിലേക്ക് കുട്ടി പെട്ടെന്ന് വളരും, പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതൊരു കൺഫ്യൂഷനായിട്ട് പിന്നെ നിലനിന്നു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് എക്സസൈസ് തുടങ്ങി. ഞാൻ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. അതിനുശേഷം ഞാൻ മാറിയിട്ടോ. ഞാൻ 9 മന്ത്സ് ആയപ്പോഴത്തേക്കും എനിക്ക് ഡെലിവറി ടൈം അടുത്ത സമയമായപ്പോഴത്തേക്കും ഞാൻ ഒരു വാടക വീട്ടിലേക്ക് മാറി. അതായത് എൻ്റെ പാരൻസ്, എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറും ഈ വീട്ടിലേക്ക് വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എന്ത് ചെയ്തു, ഒരു വാടക വീട്ടിലേക്ക് ഇവിടെ തന്നെ മാറി. അതായത് ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉണ്ടാവും. അത്രയും ദൂരത്തേക്ക് എന്ത് ചെയ്തു, ഞങ്ങൾ മാറി താമസിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരെ നടക്കും. അതിനുശേഷം വീട്ടിൽ നിന്നാണെങ്കിൽ രാവിലെ മുതൽ 3 നേരമായിട്ട് ഞാൻ എക്സസൈസ് ചെയ്യും. ഒന്ന് സ്ക്വാട്ടിങ് ചെയ്യാറുണ്ടായിരുന്നു, ബട്ടർഫ്ലൈ എക്സസൈസ് ചെയ്യും, പിന്നെ ഒരു ഫ്രോക്ക് വാക്കോ ഡക്ക് വാക്കോ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 നേരം ഞാൻ എക്സസൈസ് ചെയ്യും. അതേപോലെ വൈകുന്നേരം ഞാൻ നടക്കും. പിന്നെ ഞാൻ താമസിക്കുന്ന ആ ഒരു വീട്ടിലൊരു കയറ്റമാണ് റോഡിലേക്ക് കയറണമെങ്കിൽ. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു 10 തവണ രാവിലെയും വൈകുന്നേരം കയറിയിരുന്നു. ഇത്ര എക്സസൈസ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ ഡെലിവറിക്ക് തയ്യാറായി. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് കൊച്ചിനെ കാണാൻ. 8 മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ കൊച്ചിനെ കാണാൻ കൊതിയായിട്ട് വരിക. അതിനൊരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ മദറിലോയ്ക്ക് യൂട്രസിൻ്റെ റിമൂവൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അവർ ഹോസ്പിറ്റലിൽ പോയി. സെയിം ഹോസ്പിറ്റലാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുകയാണ് ഒരുപാട് പേര് അവിടെ 8 മാസം ഒക്കെ ആകുമ്പോൾ പ്രസവിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, നേരത്തെ ആയിരിക്കും നിനക്ക് ഒരുപാട് വയറുണ്ടല്ലോ, അപ്പോൾ എന്തായാലും നീ നേരത്തെ പ്രസവിക്കും എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. 8 മാസത്തിൽ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. കുട്ടിക്കുള്ള ഓരോ സാധനം വാങ്ങുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ക്യൂരിയോസിറ്റി ഒക്കെ ഭയങ്കരമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. പക്ഷേ ഒരു നിവർത്തിയില്ല, ഡെലിവറിയോ എനിക്ക് പെയിനോ ഒന്നും വരുന്നില്ല. ഡെലിവറിൻ്റെ ഒരു സിംറ്റംസും എനിക്ക് വരുന്നില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് അവസാനത്തെ 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് കേട്ടോ. പിന്നെ അതിനോടൊപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്. എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചിങ് ആണ് പ്രൊഫഷനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്, MA BEd ആണ്. അപ്പോൾ എനിക്കൊരു PSC എക്സാം ഉണ്ടായിരുന്നു ഈ പറയുന്ന എൻ്റെ ഡ്യൂ ഡേറ്റിൻ്റെ തലേ ദിവസം. അതായത് ജൂൺ 15-നാണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത്. അന്നാണ് എനിക്ക് എക്സാം ഉള്ളത്. ജൂൺ 16-നാണ് എൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ എക്സാം എഴുതാൻ പറ്റുമോ എന്നൊരു കൺഫ്യൂഷൻ പിന്നെ എനിക്ക് വന്നു. അപ്പം രണ്ടും കൂടി ഒരു മിശ്രിതമായിട്ടുള്ള രീതിയിലായിരുന്നു എൻ്റെ മനസ്സിലേക്ക് ഓടിക്കൊണ്ടിരുന്നത്. എനിക്ക് പെട്ടെന്ന് കൊച്ചിനെ കാണണം, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പ്രസവിക്കാൻ വേണ്ടി. പക്ഷേ എക്സാം എഴുതാൻ വേണം. അങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ മിക്സ്ഡപ്പ് ആയിട്ടൊരു ഇമോഷനായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും
ജൂൺ 15 രാവിലെ 7 മണിക്കാണ് എക്സാം. ഞാൻ രാവിലെ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതിയതിന് ശേഷം തിരിച്ചു വന്നിട്ടാണ് നമ്മൾ അഡ്മിറ്റ് ആവുന്നത്. അഡ്മിറ്റ് ആയതിനു ശേഷമുള്ളത് ഞാൻ അടുത്തൊരു സ്റ്റോറിയായിട്ട് പറയുന്നതായിരിക്കും. എൻ്റെ ഡെലിവറി സ്റ്റോറി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഫസ്റ്റ് ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. എനിക്ക് വേദനകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് നല്ല വയറുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ സൈഡുകൾ കിടക്കുന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഈ സൈഡ് ചേർന്നാൽ കിടക്കുന്നെങ്കിൽ ഈ സൈഡിലായിരിക്കും വേദന, ഈ സൈഡ് ചേർന്നാൽ കിടക്കുന്നെങ്കിൽ ഈ സൈഡിലായിരിക്കും വേദന. പക്ഷേ നടുവേദന അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല തുള്ളി കളിച്ചായിരുന്നു ഞാൻ പ്രസവിക്കാൻ പോയി. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ലേബർ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ, ലേബർ റൂമിലേക്കല്ല പ്രിപ്പറേഷൻ റൂമിലേക്ക് പോകുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഹസ്ബൻഡിന് ടാറ്റ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ആ ഒരു സ്പിരിറ്റ് ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ എക്സ്പീരിയൻസ്. ഇനി സെക്കൻഡ് എക്സ്പീരിയൻസ് പറയുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് ഒരു ജൂൺ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസം അവസാനത്തേക്ക് ഞാൻ കൺഫേം ചെയ്തു. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു സെക്കൻഡ് മന്ത് ആവുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ട് നോസിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡോക്ടറെ കണ്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് എന്ത് ചെയ്യാൻ, ഒരു ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞു. ഓക്കെ, ഒരു ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മതി, ഇത്രയും കോഴ്സ് അപ്പോൾ നിനക്ക് എന്ത് വരില്ല, ഛർദ്ദി വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ടാബ്ലറ്റ് എടുത്തു. അതിന് മുന്നേ സ്കാനിങ് ഉണ്ടായി. അപ്പോൾ ഛർദ്ദി എനിക്ക് ഉണ്ടായിട്ടില്ല, പക്ഷേ ഭയങ്കര നോസിയായിരുന്നു. നോസിയാന്നൊക്കെ പറഞ്ഞാൽ അത് ഛർദ്ദീനേക്കാളും വളരെ വൃത്തിയായിട്ട് അവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ടൈം എനിക്ക് നോസിയാണ്. എനിക്ക് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റില്ല. നമുക്ക് ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില സമയത്ത് ഫോണൊക്കെ വായിച്ചാൽ നമുക്ക് ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു, നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നുള്ളൊരു അവസ്ഥ. ആ ഒരു അവസ്ഥയിലായിരുന്നു എനിക്കൊരു 2 മാസം ഉണ്ടായിരുന്നത്. അതെനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കണ്ണിങ്ങനെ തുറന്നാൽ തന്നെ എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന ഒരു ഫീൽ. എന്ത് മണവും അതിന് ഇന്ന മണമൊന്നുമില്ല. കറക്റ്റ് മഴക്കാലം കൂടി ആയതുകൊണ്ട് നോക്കുന്നിടത്തെല്ലാം ചീഞ്ഞ് കളഞ്ഞ സാധനങ്ങളായിട്ട് ഉണ്ടാവും. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ കടലിൽ തന്നെ മാക്സിമം ഞാൻ കഴിച്ചു കൂട്ടിയ സമയമായിരുന്നു. പിന്നെ ആ സമയത്ത് കുട്ടിയും കൂടി ഉണ്ട്, ഫസ്റ്റ് കുട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, നോക്കാതിരിക്കാനും പറ്റില്ല, നോക്കാനും പറ്റില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം എൻ്റെ 12 വീക്സിലുള്ള സ്കാൻ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഒരു ടെസ്റ്റും കൂടെ ചെയ്യാം. ടെസ്റ്റിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ആ ടെസ്റ്റിൻ്റെ പേര് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ജനറ്റിക് ഡിസീസസ്, ഡൗൺ സിൻഡ്രോം, അതിനോടൊപ്പം വേറെ ഒരു 12 ഡിസീസസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിക്ക്. പിന്നെ അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് എന്നെ കഴിഞ്ഞ പ്രാവശ്യം നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് പനിയൊക്കെ പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൈവറ്റിലാണെങ്കിൽ സിസ്റ്റേഴ്സും കൂടെ ഹെൽപ്പ് ചെയ്യായിരിക്കും. പിന്നെ നമുക്ക് റൂമുണ്ട്, നമുക്ക് ആരെങ്കിലും വേണമെങ്കിൽ വിളിച്ച് നിർത്താം പുറത്തുനിന്ന് ആൾക്കാരെ. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പ്രൈവറ്റിലാണ് ആദ്യം പോയത്. പക്ഷേ എനിക്ക് 4th മന്ത് തുടങ്ങിയ സമയത്ത്, ഈ നോസിൻ്റെ പീരീഡൊക്കെ കഴിഞ്ഞു കേട്ടോ, 5th മന്തിലാണ് എനിക്ക് എന്ത് വന്നത്, എനിക്കൊരു പനി വന്നില്ല, ഒരു ജലദോഷം വന്നു. അങ്ങനെ ആ ജലദോഷം എന്തായിട്ട് മാറി, എനിക്ക് ഭയങ്കര ചുമയായിട്ട് മാറി. കുറച്ച് ദിവസം ജലദോഷം ഉണ്ടായിരുന്നു, ജലദോഷത്തിന് മരുന്നൊക്കെ കഴിച്ചു. അതിനുശേഷം അത് ചുമയായിട്ട് മാറി. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ ചെന്ന് കാണിച്ചപ്പോൾ, ആക്ച്വലി ഞാൻ കാണിക്കുന്ന ഡോക്ടർ ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറെ അടുത്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്കിത് ഭയങ്കര ചുമ കൂടും. അതായത് നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ചുമ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചുമച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ക്ലിനിക്കിലൊക്കെ രാവിലെ പോയി ഓക്സിജനൊക്കെ നെബുലൈസേഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഓക്സിജൻ ഇല്ലാത്തവരെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓക്സിജൻ വേണമെന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഭയങ്കര കൂടി വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പൾമോളജിസ്റ്റിനെ പോയി കാണിച്ചു. അപ്പോൾ നമ്മുടെ മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് പൾമോളജിസ്റ്റ് ഉള്ളത്, നമുക്ക് നിയർ ബൈ. അപ്പോൾ ഞാൻ അവിടെ പോയി കാണിച്ചപ്പം അവർ പറഞ്ഞു എന്നോട് ആസ്മയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആസ്മയ്ക്ക് നമുക്ക് ശ്വാസം മുട്ടാണല്ലോ ശരിക്കും വരിക, ഇങ്ങനെ ചുമ വരില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു അല്ല ഇങ്ങനെയും വരും, നമുക്ക് ആസ്മയ്ക്ക് ഇങ്ങനത്തെയും ചുമയായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആസ്മയാണ് ഇൻഹേലർ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പൾമോളജിസ്റ്റ് ഉള്ളത് മെഡിക്കൽ കോളേജിലാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഉള്ള ഗൈനക്കിനെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും മെഡിക്കൽ കോളേജിലാണ് എൻ്റെ സെക്കൻഡ് ഡെലിവറിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ പൾമോളജിസ്റ്റിനെ കണ്ടു. ഈ ചുമ മാറാൻ 1 മാസം എടുത്തു. അവർക്ക് ട്രീറ്റ്മെൻറ്റ്, അവരാദ്യം എനിക്ക് ഇൻഹേലർ തന്നിട്ട് മാറുന്നു പറഞ്ഞിട്ട്, പക്ഷേ ഇൻഹേലർ തന്നിട്ട് എനിക്ക് മാറുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോക്കുമ്പോൾ ഏകദേശം 6 months ആയി. അപ്പം അവർക്ക് എന്നിട്ടും പേടിയാണ് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്ക് എക്സ്റേ എടുക്കില്ല. പക്ഷേ എക്സ്റേ എടുത്താലാണ് അവർക്ക് എനിക്ക് ന്യൂമോണിയ ആണോ അതെയോ ഈ പറയുന്ന ആസ്മ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് എക്സ്റേ എടുക്കാൻ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ ആദ്യ ഒരാൾ ഞാൻ അവിടെ പോയിട്ട് OP-യിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇരുന്ന ആൾ പറഞ്ഞു എക്സ്റേ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നെബുലൈസേഷൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. നെബുലൈസേഷൻ എടുത്തിട്ട് തിരിച്ചു വന്ന സമയത്ത് ചുമയ്ക്ക് മാറ്റമൊന്നുമില്ല. അപ്പം ഇരുന്ന പൾമോളജിസ്റ്റ് വേറൊരാളായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞു 6 months ആയല്ലോ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവരെനിക്ക് ധൈര്യം കിട്ടുന്ന എക്സ്റേ എടുക്കാൻ പറ്റും. അങ്ങനെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ന്യൂമോണിയ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി എന്താ ആസ്മ തന്നെയാണെന്ന് കൺഫേം ചെയ്തു. അങ്ങനെ അവർ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി നമ്മുടെ ഗൈനക്കോളജിസ്റ്റിനെ വിളിച്ച് ചോദിച്ചു. അതിന് ശേഷം കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തന്നു. ആ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി എനിക്ക് ഈ പറയുന്ന ആസ്മ കുറഞ്ഞു. എന്നിട്ട് സമയം എടുത്തു കേട്ടോ ചുമ കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെല്ലെ ഗ്രാജുവലി കുറഞ്ഞു. അപ്പോൾ അവരെന്നെ പറഞ്ഞു ടാബ്ലറ്റ്സ് എടുത്തില്ലെങ്കിൽ മേ ബി നിങ്ങളിങ്ങനെ ചുമച്ചുകൊണ്ടിരുന്നാൽ മിസ്കാരേജ് ആവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ടാബ്ലറ്റ്സ് എടുത്തു. ടാബ്ലറ്റ്സ് എടുത്താൽ ചിലപ്പോൾ കുട്ടീനെ ബാധിക്കും, പക്ഷേ എടുത്തില്ലെങ്കിൽ മിസ്കാരേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. എനിവേ മിസ്കാരേജ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. 6 months 7 months ഒക്കെ വരെ എനിക്ക് ഈ പറയുന്ന ചുമേൻ്റെ പ്രശ്നം കൊണ്ട് വീണ്ടും എനിക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബെഡ് റിഡൻ തന്നെ, കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, സൗണ്ട് ഇല്ല. ഇതിനിടയ്ക്ക് എൻ്റെ സൗണ്ടും പോയിട്ടുണ്ടായിരുന്നു, സൗണ്ട് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സംസാരിക്കാൻ ആഗ്രഹിച്ചാൽ തന്നെ സംസാരിക്കുമ്പോഴത്തേക്കും ചുമയ്ക്കും. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു സംസാരിക്കാൻ. അപ്പോൾ എങ്ങനെയെങ്കിലും ചുമക്കാതിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ചുമക്കലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചുമയ്ക്കുമ്പോൾ എനിക്ക് പേടി, കാരണം മിസ്കാരേജ് ആയി പോകും എന്നുള്ള ടെൻഷനാണ് കേട്ടോ ഉള്ളിൽ. അങ്ങനെ ഒരു
സങ്കടകരമായിട്ടുള്ള ഒരു 7 months ആയിരുന്നു എനിക്ക്. അതിനുശേഷം 7 months ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ, അതായത് ഈ ടാബ്ലറ്റ് ഒക്കെ എടുത്തതല്ലേ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടിക്ക് ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റിനാണ് ബാധിക്കുക. ചിലപ്പോൾ കൈക്കോ കാലിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിക്കും. ഇതിനിടയ്ക്ക് ഞാനൊരു സ്കാനിങ്ങിനെ കുറിച്ച് വിട്ടുപോയിട്ടോ, നേരത്തെ വിട്ടുപോയി. നമ്മൾ 6 months ഒരു സ്കാൻ എടുക്കുന്നത്, അനോമലി സ്കാൻ. അതായത് കുട്ടിക്ക് എന്തെങ്കിലും 5th എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, കാലുണ്ടോ കൈയുണ്ടോ മൂക്കുണ്ടോ അതൊക്കെ നോക്കുന്ന ഒരു സ്കാനിങ് ആണ് കേട്ടോ. അപ്പം അത് 5th month എടുത്തതിന് ശേഷമാണ് എനിക്ക് അസുഖം വന്നത്. അപ്പം കംപ്ലീറ്റ്ലി ഇതൊന്നും വളർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി 7th month ഒന്നും കൂടെ എനിക്ക് സ്കാൻ ചെയ്തു. അപ്പോൾ കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലായി. അതിനുശേഷമാണ് പിന്നെ 8th month ഒരു സ്കാനിങ്ങും കൂടെ ആക്ച്വലി നോർമലി നമ്മൾ എടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സ്കാനിങ് എടുത്തു. അതിനകത്തും പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിലുള്ള പോലെ സിസേറിയൻ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി തല താഴ്ന്നിട്ടായിരുന്നു, കുട്ടി ഈ പറയുന്ന പോലെ ലോ ലൈൻ ഫ്ലാസിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു പ്രഗ്നൻസിൻ്റെ ടൈമിൽ ഫുള്ള് അസുഖങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും രണ്ടും കൂടെ ചേർന്നൊരു പ്രത്യേകാവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഒരു കുട്ടിയും കൂടെ ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എനിക്ക് എൻ്റെ എൻവയോൺമെൻറ്റ് ചുറ്റുപാടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പാരൻസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രഗ്നൻസിയിൽ, പക്ഷേ എനിക്കായിരുന്നു മൊത്തം പ്രശ്നം. അതിനുശേഷം 9 month ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ ഒന്ന് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് നടക്കാനോ ഒന്ന് എവിടെയെങ്കിലും പോകാനോ ഒന്ന് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാനോ ഒക്കെ എനിക്കൊരു അവസരം ഉണ്ടായിട്ടുള്ളത് 8 month to 9 month ആ ഒരു കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 9 month ഞാൻ റെസ്റ്റ് ആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 to 8 വരെ ഞാൻ ഓടി നടന്ന് എല്ലാവരും നോക്കുന്നതും പണിയെടുക്കലൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു 9 month ഞാനൊന്ന് റെസ്റ്റ് എടുക്കാം. ഇത് 9 month എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയത്. അങ്ങനെ 9 month വരെ ബുദ്ധിമുട്ടുകളായിരുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അപ്പം രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണി സ്റ്റോറി. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെ വെച്ചിട്ട് വേറൊരാളെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഈ പ്രാവശ്യം എനിക്ക് മൊത്തം ടൈം വേദനകളെ ഉണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡിനെ കൊണ്ട് ഇവിടെ തിരുമിപ്പിക്കുന്നു, നടുവ് തിരുമിപ്പിക്കുന്നു, കാല് തിരുമിപ്പിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പുള്ളി ഭയങ്കര കൂളായിരുന്നു. പുള്ളി വിചാരിച്ചിട്ടില്ല. അപ്പം പലരുടെയും കാര്യം പറയുന്ന സമയത്ത് എന്നോട് ഹസ്ബൻഡ് പറയുന്നു അതൊക്കെ അവർ അഭിനയിക്കുന്നതായിരിക്കും. അതായത് ചിലർക്ക് കാലുവേദന, നടുവേദന, മൂഡ് സ്വിങ്സ് എടുത്തു വരേണ്ട ഒരു കാര്യമായിട്ട്. അത് എനിക്ക് എൻ്റെ 2 പ്രഗ്നൻസിയിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ 2 പ്രഗ്നൻസിയിലും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അതിന് മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നം ഒരുപാടൊന്നും, അതായത് ഭയങ്കര ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ആസ്മ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ബോഡിക്ക്. അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് ഓക്കെ ആവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളി പറയും അതൊക്കെ ആൾക്കാർ അഭിനയിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുക. കാരണം എന്താണ്, ഒരാളെ വെച്ചിട്ടാണ് എല്ലാവരെയും എപ്പോഴും ആൾക്കാർ അളക്കുക. അതായത് എക്സ്പീരിയൻസ്, നേരിട്ടുള്ള എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നേരിട്ട് പുള്ളിക്ക് എക്സ്പീരിയൻസ് എൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുന്നതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡിനകത്ത് നേരെ ഓപ്പോസിറ്റ് ആയപ്പോഴാണ് മനസ്സിലായത് യെസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതായത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു കാല് തിരുമ്പേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. കാരണം എനിക്ക് അങ്ങനത്തെ ഓൾറെഡി ഞാൻ എൻ്റെ മൈൻഡ് ഫിക്സ്ഡ് ആണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും കാലുവേദന നടുവേദനയൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അതും അങ്ങോട്ട് എൻജോയ് ചെയ്യായിരുന്നു, ഒരു പ്രത്യേക സൈക്കോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റോറി. അപ്പോൾ ഓക്കെ, ബൈ.